എല്ലാ സഹോദരങ്ങൾക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള പലരെയും നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ, അതായത് കുറേ നാൾ കഴിയുമ്പോൾ വീഡിയോകളൊക്കെ അവരുടെ കണ്ട് നമുക്ക് അവരോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നു, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്നോട് താല്പര്യമുള്ള അല്ലെങ്കിൽ എൻ്റെ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഞാനിങ്ങനെ വന്നിട്ട് എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ ദുരിതങ്ങളും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നെ കേൾക്കുന്ന ആളുകൾക്ക്, അതായത് എന്നോട് സ്നേഹമുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തോന്നും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെ എൻ്റെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി കണ്ട് അത് ഏറ്റെടുത്തിട്ട് അതിന് ഏതെങ്കിലും തരത്തിൽ ഒന്ന് സഹായം ചെയ്യണം എന്നൊക്കെ പലർക്കും തോന്നും. അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, അതായത് മറ്റുള്ളവർക്ക് ആരെയെങ്കിലും സഹായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സഹായിക്കുന്നതിനൊന്നും ഞാൻ ഒരിക്കലും എതിരല്ല. പക്ഷെ അങ്ങനെ സഹായിക്കുമ്പോൾ നമ്മൾ സഹായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ സഹായം അർഹിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെ പാത്രം അറിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. അല്ലാണ്ട് മറ്റുള്ളവരുടെ കണ്ണീരും കരച്ചിലും ഒക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരരുത് ഒരിക്കലും. ഞാൻ ഒരു വ്യക്തിയെയും സഹായിക്കരുതെന്ന് ആരോടും പറയില്ല. സഹായിക്കണം, നമ്മൾ ഉള്ളവർ ഇല്ലാത്തവരെ സഹായിക്കുക തന്നെ വേണം. പക്ഷേ അങ്ങനെ നമ്മൾ സഹായിക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കാൻ അർഹതയുള്ളവർക്കാണോ എന്നുകൂടി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അധികം ആളുകളും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ കാള പെറ്റുന്നു കേൾക്കുന്നതിന് മുമ്പേ കയറും എടുത്തിട്ട് ഇറങ്ങി ഒറ്റൊരു ഓട്ടം വെച്ച് കൊടുക്കും. പിന്നീട് ഓടിയതിന് ശേഷമായിരിക്കും അറിയുന്നത് പശുവിന് പ്രസവവേദന തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, ശരിക്കും കൊടുക്കണം. നമ്മൾ യൂട്യൂബേഴ്സിനായാലും നമ്മൾ സഹായിക്കണം. അത് ഏത് ഘട്ടത്തിലെന്ന് വെച്ചാൽ, ഒരു രോഗാവസ്ഥയോ മറ്റോ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അസുഖമോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ അതുപോലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കടബാധ്യതയോ ഏതെങ്കിലും, അവർക്ക് ഒരിക്കലും ആ ഒരു ഡിപ്രഷനിലേക്ക് വരെ പോവാൻ സാധ്യതയുള്ള രീതിയിൽ ഭീകരമായിട്ട് അവരെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ചോദിക്കാതെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ മനസ്സുണ്ടെങ്കിൽ ഓക്കെ, അതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിനൊക്കെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്ത് വീട് വെച്ച് കൊടുക്കുകയാണ്. എന്തല്ലേ, എനിക്കും വീടില്ല, എനിക്കും വെച്ച ഒരു വീട്. എന്തല്ലേ ഈ പറയുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ചെയ്യാം. ഒരു നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നിങ്ങൾ ഫോൺ അങ്ങോട്ട് തുറന്ന് നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുമാത്രം ആളുകൾക്കാണെന്നറിയാമോ ഒരു കയറിക്കിടക്കാട് ഇല്ലാണ്ട്, അതായത് രാത്രി കാലങ്ങളിൽ പാമ്പിനെയും പട്ടിയെയും പേടിച്ച് കിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൂരയിൽ താമസിക്കുന്ന ആളുകൾ വരെയുണ്ട്. ഇടിഞ്ഞ് പൊളിഞ്ഞ് തലയിൽ വീടാറായ വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. അന്നം കഴിക്കാൻ നിവൃത്തിയില്ലാണ്ട് കഴിയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്, ആ ഒരു വീട്ടിലെന്ന് വെച്ചാൽ ഭക്ഷണമാണ് പ്രശ്നം. ഒരു പെൺകുട്ടി മാത്രമുണ്ട്. അവൾക്കാണെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാനും പറ്റുന്നില്ല. ആ വീട്ടിൽ തോന്നെ നാളായി കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട്. ആ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ പ്രായമായ 2-3 ആളുകളാണുള്ളത്, വൃദ്ധ സഹോദരങ്ങളാണുള്ളത്. അപ്പോൾ അവർക്കൊന്നും പുറത്തു പോയി ചെയ്യാൻ പറ്റില്ല, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, പോരെങ്കിൽ മാനസിക രോഗവും. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ ആ ഒരു സാമീപ്യം ആ വീട്ടിലില്ലാതെ പറ്റില്ല. വിശപ്പാണ് എല്ലാവരുടെയും പ്രശ്നം. വിശന്ന് കഴിയുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹവും ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളാണ്. അദ്ദേഹം അങ്ങോട്ട് വരും, വീടിൻ്റെ ഓരോ വശമായിട്ട് അടിച്ചും പൊട്ടിച്ചും ചവിട്ടി ഒക്കെ അങ്ങ് തള്ളിയിടും. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ പെങ്കൊച്ച് പിന്നെയും അത് കൊണ്ടുവന്ന് ചെളിയൊക്കെ കുഴച്ചൊക്കെ വെച്ച് സെറ്റാക്കി വയ്ക്കും. വീണ്ടും ഗതി ഇത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും.
ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികൾ. ഇത് ഞാൻ പറഞ്ഞു വരാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, യൂട്യൂബിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഒരു അമ്മയും കുഞ്ഞും മാത്രമുള്ളത്. തനുജയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ തനുജയെ പറ്റിയിട്ടൊന്നും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഒരിക്കലല്ല, 2 പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു തവണ അവരുടെ കുഞ്ഞിൻ്റെ വസ്ത്രത്തെ കുറിച്ചിട്ട് നമ്മുടെ ഒരു യൂട്യൂബർ പറഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരെയായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടിയല്ലേ, 10-12 വയസ്സായ കുട്ടിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്യുന്നത്, ഇവർ ആത്മഹത്യാ നാടകം നടത്തിയ ആ ഒരു സമയത്തും ഇതുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് അവരെക്കെതിരെ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യേയില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ചെയ്യാനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അവർക്ക് കിടക്കാടമില്ല, അവർക്ക് വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ ടെൻഷനിലായിട്ട് പാനിക്കായിട്ടൊക്കെ കാണിക്കുകയാണ്. അവർ കരയുകയാണ്. അവർ വലിയ കരയുകയാണെന്ന് പറഞ്ഞാൽ പൊട്ടി കരയുകയാണെന്നല്ല, അവരാകെ വിഷമിച്ചിട്ട് ഒക്കെ അവർ പറയുന്നുണ്ട്. അവർക്കൊരു വീടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സമാധാനമായേനെ, ഈ ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് അവർക്കൊരു കിടക്കാടമില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. 1 സെൻറ്റോ 2 സെൻറ്റിലായാലും വേണ്ടൂല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് യൂട്യൂബ് കൂട്ടായ്മ വെച്ചിട്ട് ചിലരൊക്കെ തീരുമാനമെടുത്തു, ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ കൂട്ടായ്മയിലൂടെ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാം, ആരൊക്കെ എതിർത്താലും ശരി അവർക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ അത് വാശിയോടുകൂടി ഏറ്റെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ സഹായിക്കരുതെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ സഹായിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സഹായിച്ചിരിക്കും. പക്ഷേ ഇത് അറിയാതെ ഉള്ള കുറച്ച് ആളുകളുണ്ടായിരിക്കും. അവരോടായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു നമ്മളുടെ ഇടയിലേക്ക് നമ്മളെയൊക്കെ പോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു സഹോദരിയുടെ ചാനലിലേക്ക് ഈ പറയുന്ന വ്യക്തിയുടെ ഒരു സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു. ലൈവിൽ വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, ഈ വ്യക്തിക്ക് വീടെന്ന് പറയാൻ അവരുടെ തറവാട് വീട് ഇവർ ആ ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ അവർക്കാണ് ആ ഒരു വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതാവേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് വീടൊക്കെ ഉണ്ട്. പിന്നെ ഇവരിങ്ങനെയൊക്കെ പറയുന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവരൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടാക്കി എന്നൊക്കെയാണ് ഈ പറയുന്ന സഹോദരൻ വന്നിട്ട് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും പറയുന്നുണ്ടാവും, അത് അവർ തമ്മിൽ കുടുംബ പ്രശ്നമാണ്, അതിൻ്റെ പേരിലൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ആയിരിക്കാം ചിലരൊക്കെ അങ്ങനെയാണ്, അവരവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇനി കൂടപ്പിറപ്പെന്നല്ല അമ്മയോടാണെങ്കിൽ പോലും എന്തും വിളിച്ച് പറയാനുള്ള ആ ഒരു ഇതുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ അങ്ങനെയാണെങ്കിലും പോലും അയാൾ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നുണ്ട്. അയാൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ അയാൾക്കൊരു വീടൊക്കെ വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നീട് മറ്റേ സഹോദരനും അതിൻ്റെ ഈ ഒരു വീടിൻ്റെ ആവശ്യമില്ല, തറവാട് വീട് ഈ ഒരു സ്ത്രീക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടെ വന്ന് താമസിക്കാം, അതിലൊന്നും ഒരു തടസ്സമില്ല, എത്ര കാലം കഴിഞ്ഞാലും തറവാട് വീട് അവർക്ക് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് അതിൽ കൂടുതൽ വലിയ തെളിവ്? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ കാണുന്ന വീഡിയോയിൽ, ഇപ്പോൾ ലക്ഷക്കണക്കിന് ആ ഒരു വീഡിയോ എല്ലാവരും കാണണം എന്നല്ല ഉദ്ദേശിച്ച് പറയുന്നത്, എന്നാലും സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണും എന്നല്ലേ നമ്മൾ പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും. അപ്പോൾ ആ ഒരു ചാനലിൽ വന്നിട്ട് അതൊരു ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തറവാട് വീട് ഈ സ്ത്രീക്ക് തന്നെ അവകാശപ്പെട്ടതായിരിക്കും. നാളൊരു സമയം ഇവർക്ക് ആ ഒരു വീട് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. കാരണം ആ ഒരു ലൈവിൽ വന്ന ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഇവർക്ക് കോപ്പി ചെയ്തിട്ട് അവർക്ക് ആ ഒരു ഭാഗം എടുത്തിട്ട് ഇവർക്ക് വേണേൽ നിയമപ്രകാരം പോകണമെങ്കിലും പറയാലോ, എൻ്റെ സഹോദരൻ ഇതുപോലെ ലൈവിൽ വന്നിട്ട് എനിക്കാണ് തറവാട് വീടെന്ന് പറഞ്ഞു, എനിക്ക് ജനങ്ങൾ തരാമെന്ന് പറഞ്ഞത് കൂടി ഇല്ലാണ്ടാക്കി, അതുകൊണ്ട് തന്നെ ഇതിന് എനിക്ക് തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ലീഗലി മുന്നോട്ട് വേണമെങ്കിലും പോവാം, ആരെങ്കിലും അഥവാ കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ തറവാട് വീട് ഉണ്ട്, ചിലപ്പോൾ ഇവർ ഉദ്ദേശിച്ചതുപോലെ ടൈലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള ആ ഒരു വീടായിരിക്കില്ല.
ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നെജില എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി ഇതുപോലെ ലൈവിൽ വന്നിട്ട്, ലൈവിലായാലും പുള്ളിക്കാരത്തിയുടെ വീഡിയോയിലൊക്കെ വന്നിട്ട് പുള്ളിക്കാരത്തിയുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു വീട് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നും പറയാം, യൂട്യൂബേഴ്സ് അല്ല, അവരുടെ സബ്സ്ക്രൈബേഴ്സ് ചേർന്നിട്ട് അതുപോലെ ഇവരുടെ ബന്ധുക്കളും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് വെച്ച് കൊടുത്ത വീടെന്ന് വെച്ചാൽ അടിപൊളി ഒരു വീടാണ്. എല്ലാ കുറവുകളും തീർന്ന നല്ലൊരു, എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു വീടാണ് നെജിലയ്ക്ക് വെച്ച് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വ്യക്തി പറയുന്നു, എനിക്കൊരു 1 സെൻറ്റോ 2 സെൻറ്റോ ഒരു കുഞ്ഞു വീട് മതിയെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ അതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരതിൽ അത്യാവശ്യം നല്ലൊരു വീട് തന്നെ വെച്ച് കൊടുക്കും. എന്നാൽ ചിലരെങ്കിലും ഇവരുടെ അന്തം ഫാൻസുകളൊക്കെ വന്നിട്ട് ചോദിക്കും, അതിന് നിനക്കെന്താടി തള്ളച്ചി, നിനക്ക് വേണോ, അതേ നിനക്കതുകൊണ്ട് ഇത്ര അസൂയ എന്താണെന്നൊക്കെ ചോദിക്കും. എനിക്കോ ഒരസൂയയില്ലേ, നിങ്ങൾ ആർക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരവരുടെ മക്കൾക്ക് അരിമേടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയിൽ നിന്നായിരിക്കും എടുത്തിട്ട് ഈ ഒരു കൂട്ടായ്മയിലേക്ക് എൻ്റെ കണക്കിന് ഒരു 50 രൂപ കൊടുക്കാം, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ ആ അമ്മയും കുഞ്ഞും എന്നും പറഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒന്നും അറിയാതെ ആരും മന്ദബുദ്ധികൾ വിഡ്ഢികളാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ചാനലിൽ കൂടെ പറയുന്നത്. ഇത് ഇഷ്ടമുള്ളവർക്ക് അംഗീകരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് തള്ളിക്കളയാം, അത്രയേ ഉള്ളൂ. നമ്മൾ പറയാനുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് കരുതിയിട്ട് ആരും അതെടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ആരും അങ്ങനെ തലയിൽ വെക്കത്തുമില്ല. നമ്മളറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ പലർക്കും അറിയില്ലായിരിക്കാം തറവാട് വീട് എന്ന് പറയുന്നൊരു സംഭവം ഇവർക്കുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ അത് വാസയോഗ്യമല്ലാത്ത ഒരു വീടാണെങ്കിൽ പോലും ഇപ്പോൾ എന്തായാലും തറവാട്ട് വീട്ടിൽ ആൾ താമസം ഉണ്ടല്ലോ, അപ്പോൾ അത് വാസയോഗ്യമായതുകൊണ്ടാണല്ലോ. ഇനി അഥവാ അത് ഉപയോഗിക്കാൻ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ പഞ്ചായത്തിലോ ബ്ലോക്കിലോ ഒക്കെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലും 1 2 വർഷത്തിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും വീട് വെച്ച് കിട്ടുമല്ലോ. ഇപ്പോൾ പണ്ടത്തെ കണക്കൊന്നുമല്ല, പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെച്ച് തരുന്ന വീടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം താമസിക്കാൻ കൊള്ളാവുന്ന വീട് തന്നെയാണ് അവർ വെച്ച് തരുന്നത്. ഇവർ പിന്നീട് അധികം ആളുമില്ല, അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വാടക കൊടുക്കാതെ സുഖമായിട്ട് അവർക്ക് ജീവിക്കാം. അപ്പോൾ ഇതൊന്നും നോക്കാണ്ട് ആരെങ്കിലും തരികയാണെങ്കിൽ അതിങ്ങ് പോരട്ടെ, അതായത് ചില ആളുകൾ അങ്ങനെയാണ്, പോരുന്നിടത്തോളം പോരട്ടെ എന്നും പറഞ്ഞിരിക്കും. അത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചോദിക്കാം, പൊതുജനങ്ങളോട് ചോദിക്കാം, നമുക്കൊരു അസുഖം വന്നു, നമുക്കൊരു ആപത്ത് വന്നു, നമുക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്കൊരു കുഞ്ഞുണ്ട്, അതിൻ്റെ കല്യാണ ചടങ്ങോ അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ ആവശ്യത്തിനോ ഇത്ര രൂപ പെട്ടെന്ന് കെട്ടിവെക്കണം, നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല, കൂട്ടിയിട്ട് കൂടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഹെൽപ്പ് ചോദിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ അതുപോലെയാണ് ഒരു വീട് ഉള്ളൊരു വ്യക്തി വീട് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ വീട് വച്ച് കൊടുക്കുന്നതും ഇനി 2 നില വെച്ച് കൊടുത്താലും 10 നില വെച്ച് കൊടുത്താലും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, കൊടുക്കുന്നത് അർഹതയുള്ളവർക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്കെന്ന് പറഞ്ഞാൽ ഇവരൊരു അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളെങ്കിലും അവർക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ നിന്ന്. ഇവർ യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്യുന്നത് മോണിറ്ററേഷനൊന്നും ഓഫാക്കിയിട്ടിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, മോണിറ്ററേഷനൊക്കെ ഓണാക്കിയിട്ടിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നുണ്ട്. എത്ര കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെപ്പോലുള്ള ഓരോ കണ്ടൻറ് ക്രിയേറ്റർക്കും ഓരോ യൂട്യൂബർമാർക്കും അറിയാൻ പറ്റും ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എത്ര വീഡിയോകൾ ഇടാതിരുന്നാലും എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യമൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വീഡിയോകൾ തന്നെ എത്രയാണ് പോകുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെയൊക്കെ വീഡിയോയ്ക്കെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വ്യൂസ് വളരെ താഴേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു 2 മാസമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ചുണ്ട്, ഇപ്പോഴും നല്ല റീച്ചുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എത്ര രൂപ ഏകദേശം കിട്ടും എന്നൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതൊക്കെ ഇവർ സജീവമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവർക്ക് വരുമാനം ഉണ്ടാവും. നമുക്കൊന്നും ആ കുന്തപ്പറക്കാട്ടികളൊന്നും ഇല്ല, അത് വേറൊരു സത്യം. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിലും ഞാൻ അതിൽ ആക്റ്റീവേ അല്ല, ഒരു പോസ്റ്റ് പോലും ഇന്നോളം ഇട്ടിട്ടില്ല.
അതാണ് വാസ്തവം. അപ്പോൾ അതൊക്കെ അവരുടെ കഴിവാണ്, അത് വളരെ നല്ലതാണ്. പക്ഷേ അത്രയും വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് എങ്ങനെ വെച്ച് നോക്കിയാലും ഒരു മാസം 10-25,000 രൂപയുടെ അടുത്ത് വരുമാനം എങ്ങനെ വെച്ച് നോക്കിയാലും ഏറ്റവും കുറഞ്ഞതെങ്കിലും അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അവരുടെ വീഡിയോകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ മണ്ടരാവേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ, കൊടുക്കണോ മേടിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിത് പറഞ്ഞു എന്ന് കരുതിയിട്ട് എനിക്ക് ആരോടും ഒരു വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ല, പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കൂ. നമ്മുടെ വീഡിയോ ഇതുവരെയും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.